തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീണ്ടും കേരളത്തിൽ. നാളെ പാലക്കാട് റോഡ് ഷോയിൽ പങ്കെടുക്കും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം ഇത് രണ്ടാം തവണയാണ് മോദി കേരളത്തിലെത്തുന്നത്. ഇന്ന് കോയമ്പത്തൂരിലും പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന റോഡ് ഷോ നടക്കും. സുരക്ഷ കണക്കിലെടുത്ത് പോലീസ് വിലക്കേർപ്പെടുത്തിയ റാലി മദ്രാസ് ഹൈക്കോടതിയുടെ പ്രത്യേക അനുമതിയോടെയാണ് സംഘടിപ്പിക്കുന്നത്. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്നും മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം മനേഷ് മൂർത്തിയിലേക്ക്. മനേഷ്, സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ പരീക്ഷ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുമൊക്കെ മുൻനിർത്തിയാണ് ഈ റാലിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പോലീസ് ഒരു എതിർ നിലപാടെടുത്തത്. കോടതി ഇടപെടുന്നു. ഇപ്പോൾ എന്താണ് സാഹചര്യം? എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരുക്കങ്ങൾ? വേണു, കോടതി അനുമതി നൽകുമ്പോൾ അല്ലെങ്കിൽ കോടതി പോലീസിന് നിർദ്ദേശം നൽകുമ്പോൾ തന്നെ കൃത്യമായി പറഞ്ഞിരുന്നു എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് വേണം അവിടെ റാലി നടക്കാനെന്നുള്ളത്. അതായത് ഇന്ന് വൈകുന്നേരം 5:45 മേട്ടുപ്പാളയം മുതൽ അതുപോലെ തന്നെ മേട്ടുപ്പാളയം റോഡ് മുതൽ RS പുരം വരെയുള്ള 4 കിലോമീറ്ററിലാണ് റാലി നടക്കുന്നത്. കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നുമുണ്ട്. അതായത് ഏകദേശം 5000-ഓളം പോലീസുകാരെയാണ് ഈ മേഖലയിൽ മാത്രമായി വിന്യസിച്ചിരിക്കുന്നത്. മാത്രമല്ല ആ റോഡിലുള്ള പരമാവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഏത് രീതിയിലായിരിക്കണം ഇന്നത്തെ കാര്യങ്ങൾ എന്നുള്ളത്. ഗതാഗത നിയന്ത്രണമുണ്ട്. ഉച്ചയ്ക്ക് ശേഷം അവിടെ പൂർണ്ണമായും തന്നെ ആ റൂട്ടിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായ സുരക്ഷാ ക്രമീകരണങ്ങൾ അവിടെ ഉണ്ട്. 5:45 റാലി ആരംഭിക്കുക. അതിനുശേഷമാണ് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് പോവുകയും ചെയ്യുക. അതുകൊണ്ട് സൂചിപ്പിച്ചതുപോലെ തമിഴ്നാട്ടിൽ കേരളത്തിലല്ല, തമിഴ്നാട്ടിലാണെങ്കിലും രണ്ടാം തവണയാണ്. അത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം രണ്ടാം തവണയാണ് തമിഴ്നാട്ടിൽ അദ്ദേഹം എത്തുന്നത്. നേരത്തെ കന്യാകുമാരിയിൽ എത്തിയിരുന്നു. രൂക്ഷമായ വിമർശനം തന്നെയാണ് പ്രധാനമായും പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഈ പറഞ്ഞ സർക്കാരുകൾക്കെതിരെ, അതായത് ഇന്ത്യ സഖ്യത്തിനും അതുപോലെ തന്നെ തമിഴ്നാട് സർക്കാരിനുമെതിരെ ഒക്കെ ഉണ്ടാവുന്നത്. ദക്ഷിണേന്ത്യൻ പര്യടനത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെലങ്കാനയിലും ആന്ധ്രയിലും കർണാടകയിലും സമാനമായ രീതിയിൽ പര്യടനം നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗം തന്നെയാണ് തമിഴ്നാട്ടിലും കേരളത്തിലേക്കും എത്തുന്നത്. എന്തായാലും ഈ ഒരു മേഖല ഇന്നിപ്പോൾ വൈകുന്നേരം 5:45 റോഡ് ഷോ നടത്തുക. 4 കിലോമീറ്ററാണ് റോഡ് ഷോയുടെ ദൂരം എന്ന് പറയുന്നത്. ആ മേഖല പൂർണ്ണമായും തന്നെ പോലീസിന്റെ നിയന്ത്രണത്തിലാണ്. നിലവിൽ തന്നെ 5000-ലധികം പോലീസുകാർ മനേഷ് മൂർത്തിയാണ് ചെന്നൈയിൽ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ഇന്ന് വൈകിട്ടാണ് അവിടെ കോയമ്പത്തൂരിൽ. നിഖിൽ പ്രമേഷും പാലക്കാട് നിന്ന് ചേരുന്നു തത്സമയ വിവരങ്ങളുമായി. നിഖിൽ, നാളെ എപ്പോഴാണ് പാലക്കാട്ടെ റോഡ് ഷോ? അതിൻ്റെ ക്രമീകരണങ്ങളും ഒരുക്കങ്ങളും ഒക്കെ എവിടെ വരെ എത്തി? പ്രധാനമന്ത്രിക്കൊപ്പം നാളെ ഏതൊക്കെ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളും ഉണ്ടാകും? വേണു, നാളെ രാവിലെ 10 മണിക്കാണ് റോഡ് ഷോ ക്രമീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ നഗരമാകെ നിശ്ചലമായിരിക്കുന്നത്. നാളെ രാവിലെ 10 മണിക്ക് അദ്ദേഹം മേഴ്സി കോളേജ് ഗ്രൗണ്ടിലാണ് ഹെലികോപ്റ്റർ ഇറങ്ങുക. അവിടെ നിന്ന് അദ്ദേഹം ഈ റോഡ് ഷോ തുടങ്ങുന്ന അഞ്ചുവിളക്കിലേക്ക് പോകുന്ന ആ പാതയിലൂടെയുള്ള വാഹന വ്യൂഹം എങ്ങനെ കടന്നു പോകുമെന്ന് നിശ്ചയിക്കാൻ വേണ്ടിയുള്ള ട്രയൽ റൺ നടക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം ആ ട്രയൽ റൺ നടക്കും. അതിനുവേണ്ടി പൂർണ്ണമായി ഇപ്പോൾ ഗതാഗതം സ്തംഭിപ്പിച്ചിരിക്കുകയാണ്. ഈ ജംഗ്ഷനുകളിലെല്ലാം തന്നെ വാഹന യാത്രികരോട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അല്പസമയം കാത്തിരിക്കണം, ഈ ട്രയൽ റൺ നടത്തേണ്ടതുണ്ട് എന്നുള്ള കാര്യം അവരെ അറിയിക്കുകയാണ്. എല്ലായിടങ്ങളും നിശ്ചലമായിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം അദ്ദേഹത്തിൻ്റെ വാഹന വ്യൂഹം നാളെ എങ്ങനെ കടന്നു പോകുമോ അതേ രീതിയിൽ വാഹനങ്ങൾ കടന്നു പോകും. അതിവേഗതയിലായിരിക്കും ഇതിലൂടെ വാഹനങ്ങൾ പോവുക എന്നുള്ള കാര്യം ഉറപ്പാണ്. അദ്ദേഹം മേഴ്സി കോളേജിൽ ഏതാണ്ട് 9:45 അദ്ദേഹത്തെ വഹിച്ചുകൊണ്ട് ഹെലികോപ്റ്റർ ഇറങ്ങുന്നു. അതിനുശേഷം വളരെ വേഗതയിൽ അവിടെ നിന്ന് ഈ വഴി കടന്നുപോയി അഞ്ചുവിളക്കിലേക്ക് അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം എത്തിച്ചേരും. അവിടെ നിന്നാണ് 1.5 കിലോമീറ്റർ നീളുന്ന റോഡ് ഷോ നടക്കുക. റോഡ് ഷോ എന്ന് പറയുന്നത് ഈ അഞ്ചുവിളക്കിൽ നിന്ന് ആരംഭിച്ച് ഈ ജില്ലാ ഹോസ്പിറ്റലൊക്കെ കടന്ന് സുൽത്താൻപേട്ടും കടന്ന് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലാണ് സമാപിക്കുക. ഒരു പക്ഷേ അതിനിടെ അദ്ദേഹം റോഡിലിറങ്ങി ആളുകൾ അഭിവാദ്യം ചെയ്യാനും സാധ്യതയുണ്ട് എന്നാണ് BJP നേതാക്കൾ പറയുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇതിനോടകം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞു. ഏതാനും നിമിഷങ്ങൾക്കകം എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞു. നടന്നു പോകാൻ പറ്റുന്ന ആളുകളെ മാത്രമാണ് ഇപ്പോൾ കടത്തിവിടുന്നത്. വാഹനങ്ങളൊന്നും തന്നെ കടത്തിവിടുന്നില്ല. ഏതാനും നിമിഷങ്ങൾക്കകം ട്രയൽ റൺ ആരംഭിക്കും. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇതിനോടകം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഈ ഭാഗത്ത് നിന്നാണ് അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം കടന്നു വരിക. അതായത് പാലക്കാട് KSRTCയുടെ ഒക്കെ ഭാഗത്ത് നിന്നാണ് അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം കടന്നു വരിക. മേഴ്സി കോളേജിൽ ഇന്നലെ തന്നെ 3 ഹെലികോപ്റ്ററുകൾ ഇറങ്ങി അവിടെ ഹെലിപാഡ് ക്രമീകരിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ സുരക്ഷാ മുൻകരുതലുകളും ഇതിനോടകം തന്നെ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വേണു ചോദിച്ച മറ്റൊരു കാര്യം ഏതൊക്കെ സ്ഥാനാർത്ഥികളാണെന്ന്. പാലക്കാട് സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാറിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കാനാണ് പ്രധാനമന്ത്രി ജില്ലയിലെത്തുന്നത്. അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകാൻ സാധ്യതയുള്ളത് മലപ്പുറത്തെ NDA സ്ഥാനാർത്ഥി ഉണ്ടാകും, പൊന്നാനിയിലെ സ്ഥാനാർത്ഥി ഉണ്ടാകും, ആലത്തൂരിൽ സ്ഥാനാർത്ഥി ആയിട്ടില്ല. നമുക്കറിയാം ഇത്രയും സ്ഥാനാർത്ഥികളാണ് ഒപ്പം ഉണ്ടാവുക. സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പ്രധാനമന്ത്രിയെ സ്വീകരിക്കും. അങ്ങനെ എല്ലാ ക്രമീകരണങ്ങളും ഇതിനോടകം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞു. കേരള പോലീസിന്റെ വിവിധ സംഘങ്ങൾക്കൊപ്പം തന്നെ SPG ആണ് പ്രത്യേക സുരക്ഷ ഒരുക്കുന്നത്. അവരുടെ
മിനിഞ്ഞാന്ന് മുതൽ തന്നെ അവരുടെ സാന്നിധ്യം ജില്ലയിലുണ്ട്. എല്ലായിടങ്ങളിലും ഇത്തരത്തിൽ ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. നമുക്ക് ഈ നഗരത്തിലെ റോഡ് ഷോ കടന്നു പോകുന്ന ഭാഗമെന്ന് മാത്രമല്ല, അതിനപ്പുറത്തും എല്ലായിടങ്ങളിലും ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. നമുക്ക് അല്പസമയത്തിനകം ഈ ട്രയൽ റൺ ഇതിലൂടെ കടന്നു പോകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുവേണ്ടിയാണ് ഇപ്പോൾ നഗരം ഇങ്ങനെ നിശ്ചലമാക്കിയിട്ടിരിക്കുന്നത്. നാളെ അദ്ദേഹം ഈ മേഴ്സി കോളേജ് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്ററിൽ ഇറങ്ങി വാഹനത്തിൽ ഈ അഞ്ചു വിളക്കിലേക്ക് വരുമ്പോൾ എവിടെയും ഒരു തരത്തിലുള്ള പ്രയാസങ്ങളും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു ട്രയൽ റൺ നടത്തപ്പെടുന്നത്. എന്തായാലും ആ ട്രയൽ റൺ ഇനി ഏതാനും നിമിഷങ്ങൾക്കകം ആരംഭിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ തവണ 2 ലക്ഷത്തിൽ പരം വോട്ടുകളാണ് NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ മണ്ഡലത്തിൽ നേടിയിരുന്നത്. ഇത്തവണ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം കൂടിയാകുമ്പോൾ ആ വോട്ട് ഉയർത്താൻ കഴിയും. പാലക്കാട്, മലമ്പുഴ, ഷൊർണൂർ മണ്ഡലങ്ങളിലുള്ള സ്വാധീനം ഉപയോഗപ്പെടുത്താനായാൽ ഇത്തവണ വിജയിക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് NDAക്കുള്ളത്. അതുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ കേരളത്തിലെ ആദ്യത്തെ റോഡ് ഷോ, അങ്ങനെ വേണം ഇതിനെ കാണാൻ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന ശേഷമുള്ള ആദ്യത്തെ റോഡ് ഷോ എന്ന് പറയുമ്പോൾ അത്രമേൽ മുന്തിയ പരിഗണനാ പ്രാധാന്യം പാലക്കാട് മണ്ഡലത്തിന് NDA നൽകുന്നു എന്ന് വേണം നമ്മൾ കാണാൻ. നമുക്കറിയാം, തൃശ്ശൂരിലാണ് ഒരു പക്ഷേ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വിജയപ്രതീക്ഷ അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതിനുമപ്പുറം തൃശ്ശൂരിനേക്കാൾ പ്രാധാന്യം നൽകിക്കൊണ്ട് പാലക്കാടിനെ കേന്ദ്ര നേതൃത്വം കാണുന്നു എന്ന് വേണം നമ്മൾ ഈ നാളത്തെ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടു കൂടി കാണാൻ. എന്തായാലും അല്പസമയത്തിനകം ഇതുവഴി ആ ട്രയൽ റൺ കടന്നു വരും. ഇതിലൂടെ കടന്നുപോയി 5 വിളക്കിലേക്കായിരിക്കും വാഹന വ്യൂഹം പോവുക. അതിനുവേണ്ടിയാണ് ഇപ്പോൾ പോലീസും അതോടൊപ്പം തന്നെ SPGയും എല്ലാം ചേർന്ന് നഗരത്തെ ഇങ്ങനെ നിശ്ചലമാക്കിയിട്ടിരിക്കുന്നത്. വേണം. ശരി, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം പാലക്കാട് നാളെ പ്രധാനമന്ത്രിയുടെ ആദ്യത്തെ റോഡ് ഷോ, ട്രയൽ റണ്ണിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്ന വിശദാംശങ്ങളാണ് പാലക്കാട് നിഖിൽ പ്രമേഷും ചെന്നൈയിൽ നിന്ന് മനേഷ് മൂർത്തിയും നൽകിയത്.